തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ കുട്ടികളോടുള്ള മുത്തുനബിയുടെ മുഹബ്ബത്തിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളെ അതിരറ്റ് സ്നേഹിച്ചിരുന്നു. കുട്ടികളോട് വാത്സല്യമില്ലാത്തവർ എന്നിൽപ്പെട്ടവരല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. യുദ്ധവേളകളിൽ പോലും കുട്ടികളെ വധിക്കുന്നത് അവിടുന്ന് വിരോധിച്ചിരുന്നു. പല സന്ദർഭങ്ങളിലും കുട്ടികളോടുള്ള സ്നേഹത്തിൻ്റെയും തലോടലിൻ്റെയും പ്രാധാന്യം നമ്മെ ബോധ്യപ്പെടുത്തി. അതുപോലെ ഒന്ന് രണ്ട് സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഒരിക്കൽ ഒരു പെരുന്നാൾ സുദിനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അടുത്തുകൂടെ മുത്തുനബി പോവുകയായിരുന്നു. അപ്പോഴാണ് ഒരു കുട്ടി ഇതിലൊന്നും പങ്കുചേരാതെ ഇരിക്കുന്നത് മുത്തുനബി കണ്ടത്. നബിയെ, പുത്തനുടുപ്പില്ലാത്ത ഞാൻ എങ്ങനെയാണ് പുത്തനുടുപ്പുകൾ അണിഞ്ഞ് ഇവരുമായി കൂട്ടുകൂടുന്നത്? കാരുണ്യക്കടലായ മുത്തുനബി കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും വയറു നിറയെ ഭക്ഷണം കൊടുക്കുകയും പുതുവസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു. അതുപോലെ മറ്റൊന്നും കൂടി പറയാം. മുത്തുനബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചില സമയങ്ങളിൽ സുജൂദ് ചെയ്യുന്ന മുത്തുനബിയുടെ ചുമലിൽ കയറി കളിക്കുമായിരുന്നു. മുത്തുനബി അവരെ ഇറക്കിവിടാതെ അവർ ഇറങ്ങുന്നത് വരെ സുജൂദ് നീട്ടുമായിരുന്നു. നോക്കൂ കൂട്ടുകാരെ, അവിടുത്തെ കുട്ടികളോടുള്ള സ്നേഹം, മുത്തുനബിയുടെ പാതകൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. മുത്തുനബിയുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും അവിടുത്തെ സഹിഷ്ണുതയുടെ പാതകൾ ഉൾക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിലും അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുമാറാകട്ടെ. ആമീൻ. വാഹിർ ദഅവാനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.